8ാം അധ്യായം 14ാം വാക്യവും ഒരാൾക്ക് ഫസ്റ്റ് വായിക്കാം. അതിനുശേഷം The book of Revelation chapter 21 verse 7. ആമേൻ. വെളിപ്പാട് എഴുതിയ പുസ്തകം 21ാം അധികാരം 7ാം വചനത്തെ വാസിக்கலாம். ആദ്യമായി നമുക്ക് വായിക്കാം. റോമർ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കാം. റോമർ എഴുതിയ പുസ്തകം 8ാം അധികാരം 14ാം വചനം വാസിக்கலாம். ഇനി ഒരുവർക്ക് വെളിപ്പാടിനുடைய പുസ്തകം 21ാം അധികാരം 7ാം വചനം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളിൽ കൂടെ നാം ക്ഷമിക്കണം. കർത്താവ് വചനം ഞങ്ങളോട് സംസാരിക്കാൻ മറക്കണം. ബുദ്ധിയിലെല്ലാം കർത്താവിന്റെ ശക്തിയിൽ കർത്താവ് ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവമേ കൃപ തരുമാറാകണം. കർത്താവ് നാം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വചനം കേൾക്കുന്നവർ ഹൃദയം കൊണ്ട് കേൾക്കട്ടെ. കർത്താവ് ഹൃദയത്തിൽ അത് പതിയട്ടെ. സന്തോഷത്തോട് കടന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ, ஆமென். கர்த்தருடைய பரிசுத்த நாமம் வாழ்த்தப்படட்டும். ஆமென். மகிமைப்படட்டும். இந்த தினத்துல கடந்து வந்திருக்கிற எல்லாருக்கும் மீண்டுமாக கர்த்தராகிய இயேசு கிறிஸ்து நாமத்தில் என்னுடைய அன்பின் வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். கர்த்தராகிய இயேசு கிறிஸ்து நாமம் வாழ்த்தப்படுமாறாக. இந்த கடந்து வந்த எல்லாருக்கும் என் ஸ்நேக வந்தனத்தை அறிவிக்கிறேன். ஆமென். இன்று நம்ம வாசித்த ரெண்டு வசனம், ஒன்று ரோமர் 8ாம் அதிகாரம் 14ാം வசனமும், ஆமென், வெளிப்பாடு 21ാം அதிகாரம் 7ാം വചനവും വാசித்தோம். ഇന്ന് നമ്മൾ രണ്ട് വാക്യം വായിച്ചു. റോമർ 8ാം അധ്യായം 14ാം വാക്യം, വെളിപ്പാട് പുസ്തകം 21ാം അധ്യായം அதிலே 7ாம் வாக்கியம். 7ாம் வாக்கியம். மேலும் எவர்கள் தேவனுடைய ஆவியினாலே நடத்தப்படுகிறார்களோ அவர்கள் தேவனுடைய പുത്രരായി இருக்கிறார்கள். ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ആമേൻ. 7ാം വചനം വെളിപ്പാട് 21ാം അധികാരം 7ാം വചനം, ஜெயம் கொள்கிறவன் எல்லாவற்றையும் சுதந்தரித்துக் கொள்வான், நான் அவன் தேவனாய் இருப்பேன், அவன் என் குமாரனாய் இருப்பான். വെളിപ്പാട് പുസ്തകം 21ാം അധ്യായം 7ാം വാക്യപ്രകാരം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. பாருங்கள், இந்த ரெண்டு காரியங்களை வாசிக்கும் பொழுது பரலோகத்தினுடைய பெரிதான ஆழமான ஒரு உண்மையை காட்டுகிற ஒரு அதிகாரம் தான் ரோமருடைய அதிகாரமும் இந்த வெளிப்பாடுடைய அதிகாரமும் இருக்கிறது. ഈ നമ്മൾ വായിച്ച ഈ രണ്ട് വചനങ്ങളും റോമർ 8ാം അധ്യായവും വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ സ്വർഗ്ഗരാജ്യത്തിന്റെ അധികമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു കാണിക്കുന്ന പുസ്തകങ്ങളായിരിക്കും. அதாவது ரோமர், ஆமென், நம்முடைய மலைகளில் பெரிய மலை எது சொல்லலாம்? மவுண்ட் எவரெஸ்ட் என்று சொல்லுவோம். നമുക്ക് എല്ലാ മലകളിൽ ഏറ്റവും വലുത് മൗണ്ട് എവറസ്റ്റ് ആണ്. അതേപോൽ ആമേൻ പുതിയ ഏർപ്പാട്ടിൽ ആമേൻ മാമൻ വാസിക്കും പൊഴുது ഏറ്റവും ആമേൻ മൗണ്ട് എവറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വചനപഠനം ഏതെന്നാൽ ആമേൻ റോമർ 8ാം അധികാരം. അതുപോലെ നമ്മുടെ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു മലയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് റോമർ 8ാം അധ്യായമാണ്. ആഴமான പല സത്യങ്ങളെ ഈ റോമർ 8ാം അധികാരത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നാം കற்றுക്കൊള്ള முடியும். ഈ റോമർ 8ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആഴമേറിയ പല സത്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. റോമർ 8 വായിക്കാത്തവർ ആമേൻ വാസിക്കാത്തവர்கள் ഇன்று പോയി ദയവായിട്ട് നിങ്ങൾ ഫുള്ളാக വാസിக்க வேண்டும். റോമർ 8ാം അധ്യായം വായിക്കാത്തവർ ഇന്ന് ദയവായി അത് ഫുള്ളായി വായിക്കാൻ തയ്യാറാണ്. ആഴமான தேவனுடைய மர்மமான சத்தியங்களை நமக்காக வெளிப்படுத்துகிற ஒரு அதிகாரமாய் இருக்கிறது. ഈ 8ാം അധ്യായത്തിൽ ആഴമേറിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നു. என்ன அந்த மர்மம் என்றால், എന്താണ് ആ മർമ്മം എന്ന് വെച്ചാൽ, ஆமென், நீங்களும் நானும் கர்த்தருடைய புத்திரர்களாய் இருக்கிறோம். നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പുത്രന്മാരായിരിക്കുന്നു. ஆமென். அதேபோல் வெளிப்பாடிலே வாசிக்கும்போது நீங்களும் நானும் அவருடைய குமாரனாய் இருக்கிறோம். വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മകനുമായിരിക്കുന്നു. ஆமென். அப்படி இருக்கும்போது இந்த பிள்ளைகளுடைய அதிகாரத்தில் தான் நானும் நீங்களும் இப்போது கடந்து வந்திருக்கிறோம். അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മക്കൾ എന്ന അവകാശത്തോടു കൂടിയാണ് ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ஆமென். அப்பொழுது உங்களுக்கு ஒரு தகப்பன் இருக்கிறார் என்ற உணர்வோடு நீங்கள் உட்கார வேண்டும். അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമുക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കണം. எத்தனை பேர் சொல்ல முடியும், எனக்கு ஒரு ஆமென் அப்பா இருக்கிறார், எனக்கு ஒரு பிதா இருக்கிறார்? എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്കൊരു പിതാവുണ്ട്? ஆமென். ஆமென். தூரமாக அப்பா இருந்தாலும் நம்மோடு கூட எப்பவும் இருக்கிற ஒரு பிதா எப்பொழுதும் கூட இருக்கிறார். നമ്മുടെ ഈ ലോകപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മളെ വിട്ട് ദൂരത്തായാലും നമ്മളോട് കൂടെ എപ്പോഴും ചേർന്നിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ஆமென். ஒரு அப்பாவாக இயேசு கிறிஸ்துவை ஆமென் குறிப்பிட்டு காட்டுகிற ஒரு ஆமென் நிருப புத்தகம் தான் இந்த ரோமர் 8ாம் அதிகாரம். നമ്മുടെ പിതാവായ ദൈവത്തെ നമ്മുടെ അപ്പനായി കാണിക്കുന്നതാണ് ഈ റോമർ 8ാം അധ്യായം. அது ஏன் இந்த அதிகாரத்தை
மக்கள் என்று சொல்லவில்லை, ஆனால் கர்த்தருடைய ஆவியினாலே நடத்தப்படுகிறவர்கள் எவர்களோ அவர்கள் தேவனுடைய புத்திரர்களாய் இருக்கிறார்கள். എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല. ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. இந்த 2025 தேவனுடைய ஆவியினாலே நடத்தப்படுகிற வருஷமாய் மாறட்டும். ഈ 2025 ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വർഷമായി മാറട്டும். தேவனுடைய ஆவியினால் நடத்தப்படுகிற வருஷம் என்றால் நீங்கள் கர்த்தருடைய பிள்ளைகளாய் இருக்கிறீர்கள். ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. ஆமென். அப்படி தேவனுடைய பிள்ளைகள் என்றால் நீங்களும் நானும் கர்த்தருக்குள்ளாக உரிமை உள்ளவர்களாய் இருக்கிறோம். നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ ഒരു അവകാശവും ഉണ്ട്. அதுதான் ஆண்டவர் சொல்கிறார், இப்பொழுது ஆமென் திரும்பவும் பயப்படுகிறதுக்கு நீங்கள் அடிமைத்தனத்தின் ஆவியை பெறாமல் அப்பா பிதாவே என்று கூப்பிடப்படுகிற புத்திரக ஸ்வீகாரத்தின் ஆவியை பெற்று இருக்கிறீர்கள். അതാണ് ദൈവവചനം 15 വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ஆமென். இப்பொழுது ஆமென் 2024 உங்களுடைய பயப்படுத்தின வருஷமாய் இருக்கலாம், ஆனால் 2025 பயத்தின் வருஷம் அல்ல, அப்பா பிதாவே என்று கூப்பிடுகிற ஆமென் புத்திரக ஸ்வீகாரத்தினுடைய வருஷமாக இருக்கிறது. 2024 പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന വർഷമായിരുന്നെങ്കിൽ ഈ 2025 നമ്മളെ ഭയപ്പെടുത്തുന്ന വർഷമല്ല, നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്ന വർഷമാണ്. ஆமென். ஏன் 2024 பயம் வந்ததென்றால் ஆமென் நமக்கு ஒரு அப்பா இருக்கிறார் என்கிற ஆமென் உணர்வு நமக்கு பலவிதமான வேளைகளில் நஷ்டமாய் போனது. ഈ 2024 എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം കടന്നു വന്നതെന്ന് അറിയാമോ? അത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അവകാശത്തെ നമ്മൾ മറന്നുപോയതാണ്. ஆமென். அப்பா என்கிற ஆமென் உரிமையை மறந்து போனதனால ആ അപ്പ നമുക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള ആ അധികാരത്തെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. 2000 மனசாட்சி தொட்டு சொல்லுங்க, எத்தனை பேர் என் கூட ஒரு அப்பா இருக்கிறார் சொல்ல அப்பாவோட உணர்வோடு எத்தனை பேர் நடந்தீர்கள்? ഈ നമ്മുടെ മനസ്സാക്ഷി തൊട്ട് എത്ര പേർക്ക് പറയാൻ 2024 എനിക്ക് അപ്പ ഒരു പിതാവ് ഉണ്ടെന്നുള്ള ആ ബോധ്യത്തോടു കൂടെ നടന്നു. அவன் ஒரு பிரச்சனை கூப்பிட்டால் அங்கே ஓடுவோம், ஒரு பிரச்சனை அங்கே கூப்பிட்டால் அங்கே ஓடுவோம். அவன் கடைசி வரைக்கும் அப்பா கூட இருக்கிற அனுபவம் இல்லாமல் போன அனுபவங்கள் பல மாசங்கள் நடந்தது. പല സമയങ്ങളിലും ഒരു പ്രശ്നം നമ്മളെ ഒരു സൈഡിലേക്ക് വിളിച്ച് ആ സൈഡിലേക്ക് പോകും, അടുത്ത പ്രശ്നം നമ്മളെ അടുത്ത സൈഡിലേക്ക് വിളിക്കുമ്പോൾ ആ സൈഡിലേക്ക് പോകും. പലവിധമായ പ്രശ്നങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോയിട്ട് ആ പിതാവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് എത്ര പ്രാവശ്യം കുറഞ്ഞു പോയിട്ടുണ്ട്. அதனால தேவன் தெளிவா சொல்லுங்க, தேவனுடைய ஆவியினாலே நடத்தப்படுகிறீர்களோ அவர்கள் தேவனுடைய புத்திரராய் இருக்கிறார்கள். അതാണ് ദൈവവചനം പറയുന്നത്, ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. தேவனுடைய ஆவியினால் நடத்தப்பட்டால் நாம் கர்த்தருடைய பிள்ளைகளாய் இருக்கிறோம். ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെട്ടാൽ ദൈവത്തിന്റെ മക്കളാകുന്നു. எல்லாரும் ശ്രദ്ധിച്ച് കേൾക്കണം, எல்லாரும் கவனமா கேட்க வேண்டும். அவன் உங்களுக்கு ஒரு அப்பா இருக்கிறார். നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവുണ്ട്. ஆமென். அப்பா இருக்கிறார் என்றால் அப்பா பிள்ளைகளுடைய உள்ளத்தினுடைய ஆமென் நெருக்கங்களும் பாரங்களும் அறிகிற ஒருவர் உன் கூடவே இருக்கிறார். നമുക്കൊരു പിതാവുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ പ്രയാസങ്ങളെ എല്ലാ കാര്യങ്ങളെയും നന്നായി അറിയുന്ന ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. அப்படி இருக்க அந்த அனுபவம் நடக்க விட நீங்கள் கர்த்தருடைய ஆவியினாலே நீங்கள் நடத்தப்பட வேண்டும். അത് നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. அதாவது பரிசுத்த ஆவியினாலே நடத்தப்படுகிற 2025 கர்த்தர் நமக்கு கொடுத்திருக்கிறார். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന 2025 നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. எசேக்கியேல் இவ்வாறு இருக்கிறது, வாசிக்க வேண்டாம். மகனே, இடது பக்கத்து போகும்போது வலது பக்கத்து போகும்பொழுதும் மகனே இதா வழி என்று சொல்லுகிற சத்தத்தை கேட்டு நடக்கிற ஒரு வருஷமாய் மாறட்டும். അതാണ് യെശയ്യാവിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നു, നീ മുന്നോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ പോകുന്ന ഒരു ശബ്ദം പിന്നിൽ നിനക്ക് കേൾക്കുവാനിടയായി. ஆமென். அப்படி அனுபவத்தில் நடக்கணும்னா நீ ஆத்மாவாய் நடக்க வேண்டும். അപ്രകാരം ഒരു അനുഭവം നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കും. நீ மாம்சமாய் நடந்தால் அந்த சத்தம் உனக்கு கேட்கவே கேட்காது. നമ്മൾ ഈ മാംസത്തോടു കൂടി എപ്പോഴും സഞ്ചരിച്ചാൽ നമുക്ക് ആ ശബ്ദത്തെ കേൾക്കുവാൻ കഴിയില്ല. ஆத்மாவாக நீங்கள் நடக்கிறவளாய் இருக்க வேண்டும். ഈ ആത്മാവിനാൽ നമ്മൾ നടക്കുന്നവരായിരിക്കണം. ஆமென். அதுதான் ஆண்டவர் சொல்ற தேவனை ஆராதிக்கிற ஜனங்கள் ஆவியோடும் உண்மையோடும் ஆராதிக்கணும்னு சொல்ற காரணம் அதுதான். അതുകൊണ്ടാണ് ദൈവത്തിന് ഇപ്രകാരം പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. அதனால அடுத்த வசனம் சொல்ற தேவன் ஆவியாய் இருக்கிறார் சொல்றதுக்கான காரணம் அதுதான். അതുകൊണ്ടാണ് അതിന്റെ അടുത്ത വചനം പറയുന്നത് ദൈവം ആത്മാവായിരിക്കുന്നു എന്ന്. അപ്പോൾ தேவன் உங்களுக்கு ஆவியாய் இருக்கும்போது நீங்கள் யாரா இருக்கணும்?
சொல்லுங்களேன். நீங்களும் ஆவியா இருக்க வேண்டும். ദൈവം ആത്മാവായിരിക്കുമ്പോൾ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളും ആത്മാവായിരിക്കണം. நான் கரங்களை சோதனை செய்தாட்டேன். ஆமென். ആ വെളിപ്പാട് இந்த வெளிப்பாடோடு நீங்க நடக்கிறவளா இருக்க வேண்டும். ഈ വെളിപ്പാടോട് കൂടി നമ്മൾ നടക്കുന്നവരായിരിക്കണം. ஆமென். அதுதான் ரோமர் 8ஆம் அதிகாரம் சொல்லுகிறது. ஆமென். மாம்சத்தில் நடக்கிற அனுபவம். ஆமென். அந்த 8ஆம் அதிகாரத்திலே வாசிக்கும் பொழுது ஆமென் 1ஆம் வசனம் வாசிக்கலாமா? 1ஆம் வசனம். ஆமென். 8ஆம் அதிகாரத்தில் 1ஆம் வசனம். റോമർ 8ആം അധ്യായം 1ആം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ஆமென். அதுதான் ஆண்டவர் சொல்லுகிறார், இயேசு கிறிஸ்துவுக்குள்ளாக இருக்கிற உங்களுக்கு ஆக்கினை தீர்ப்பு இல்லை. அதாவது ஆவியின்படியே நடக்கிறவர்களுக்கு என்ன இல்லை? ஆக்கினை தீர்ப்பு இல்லை. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ஆனால் 8ஆம் வசனம் சொல்லுகிறது, மாம்சத்துக்கு உட்பட்டவர்கள் தேவனுக்கு பிரியமாய் இருக்க மாட்டார்கள். 8ஆം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, ജഡ സ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. അപ്പോൾ நீங்கள் சொல்ல வேண்டும், நீ மாம்சமா இல்ல ஆவியா? നമ്മൾ ഓരോരുത്തരും പറയണം, നമ്മൾ മാംസമായിരിക്കുന്നോ ആത്മാവായിരിക്കുന്നോ? നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, നിങ്ങൾ തന്നെ யோசிச்சு சொல்லுங்க, மாம்சமா ஆவியா? ஆவி. ஆமென். ஆவியா இருக்கிறீங்க. யார் ஆவியா இருக்கிறீங்க? எதற்காக ஆவியா இருக்கிறீங்க? ஆமென். ஆவியின்படி நடக்கிறவர்களுக்கு என்ன இல்லையா? ஆக்கினை தீர்ப்பு இல்லை. அப்ப எந்த வசனம் தெளிவாய் சொல்கிறது? மாம்சத்தினுடைய ஆமென் காரியம், மாம்சத்துக்கு உட்பட்டவர்கள் தேவனுக்கு பிரியமாய் இருக்க மாட்டார்கள். ஜட சுபாவம் உள்ளவருக்கு தெய்வத்தை பிரசாதிப்பான் കഴിവില്ല. அப்ப மாம்சத்துக்கு உட்பட்டு இருக்கிறீர்களா? நீங்கள் தேவனுக்கு பிரியமானவர்கள் அல்ல. നമ്മൾ ജഡ സ്വഭാവത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആത്മാവിലുള്ളവർ അല്ല. ஆமென். இந்த ஆவி நம்ம ஆத்துமா ஆமென் தங்குவதற்காக தேவன் கொடுத்த இடம் தான் இந்த மாம்சம். ദൈവം ആ ആത്മാവിനെ നമുക്ക് ഉള്ളിൽ വസിക്കുവാൻ കൊടുത്തിരിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരം. ஆமென். அப்படி இருக்கும் பொழுது நீ சரீரத்துக்காக நடக்க கூடாது, நீ உனக்குள்ளாக இருக்கிற ஆவிக்காய் நடக்க வேண்டும். അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിനായി നടക്കുന്നവരായിട്ടല്ല, ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. எத்தனை பேர் கரங்களை வைத்து ஆமென் சொல்ல முடியும்? എത്ര പേർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ஆமென். പറയുന്നു? அப்பொழுது நீ நடப்பது ஒரு மாம்ச சிந்தனையில் அல்ல, 2025 ஆவியினாலே நடத்தப்படுகிற ஒரு வருஷமாய் மாறட்டும். ഈ 2025 നമ്മുടെ ജഡ ചിന്തകൾക്ക് അനുസരിച്ച് നടക്കുന്ന വർഷമായിരിക്കരുത്, നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. மாம்ச சிந்தை ஒன்றுக்கும் உதவாது பிரியமானவர்களே. ഈ മാംസത്തിന്റെ ചിന്ത ഒന്നിനും നമുക്ക് സഹായം ചെയ്യുകയില്ല. அது இங்கே கூப்பிடும், நம்ம அங்கே ஓடுவோம், அது அங்கே கூப்பிடும், அங்கே ஓடுவோம். அப்படி போய் கொண்டே இருந்தால் இந்த 2025 ஓடிக்கொண்டு போய் கொண்டிருக்கிற வருஷமாக தான் போய் கொண்டிருக்கும். ഈ ജഡത്തിന്റെ ചിന്തകൾ പലപ്പോഴും പല ഇടങ്ങളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ തന്നെ ഈ വർഷം പോവാനിടയായി തീരും. எல்லாரும் தூங்காமல் நிச்சயமாக கேட்க வேண்டும். இந்த வசனத்தை கேட்க உறங்காத எல்லாரும் சந்தோஷத்தோட கேட்கணும். ஆமென். நீங்களும் நானும் கர்த்தருடைய ஆவியினாலே நடத்தப்பட வேண்டும். നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. அதுதான் வெளிப்பாடிலே கடந்து வரும்போது வசனம் சொல்கிறது. ஆமென். நீங்கள் ஆமென் கடந்து வரும்போது எப்படி கடந்து ஜெயம் கொள்ளுகிறவன் எல்லாவற்றையும் என்ன செய்கிறான்? சுதந்திரித்துக் கொள்வான். நான் அவன் தேவனாய் இருப்பேன், அவன் குமாரனாய் இருப்பான். അതാണ് വെളിപ്പാട് 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പോൾ நீங்கள் ஆவியினால் நடக்கும் பொழுது நீங்கள் ஜெயிக்கிறவர்களாக நடந்து கொண்டிருக்கிறீர்கள். നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നമ്മൾ ഒരു ജയിക്കുന്നവരായി മാറും. பிரியமானவர்களே, பரிசுத்த ஆவியானவருக்கு தோல்வி என்ற சரித்திரம் கிடையாது. പരിശുദ്ധാത്മാവിന് തോൽവി എന്നൊരു കാര്യമില്ല. ஆமென். பரிசுத்த ஆவியானவருக்கு ஆமென் மற்றவர்களுக்கு தலை குனிந்த அனுபவம் கிடையாது. പരിശുദ്ധാത്മാവ് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിയുന്ന ഒരു അനുഭവമല്ല. ஆமென். 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 பரிசுத்த ஆவியினாலே
இயேசு கிறிஸ்துவுக்குள்ளாக இருக்கிறவர்களாக நாம் பிறந்தவர்களாக நாம் எழுந்திருக்கிறோம். അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട ഓരോരുത്തരുടെ മേൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ച് പുതുതായി ജനിച്ച് നമ്മൾ വെളിയിൽ വരുവാനിടയായി തീർന്നു. അവൻ என்னுடைய ஆவி இல்லாதவன் என்னுடையவன் அல்ல. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ആമേൻ. റോമർ 8-ാം അധികാരം തെളിവായി சொல்கிறது தேவனுடைய ஆவி இல்லாதவன் என்னுடையவன் அல்ல. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. கர்த்தாவுடைய ஆமென் கர்த்தருடைய பரலோகத்தினுடைய அந்த ஜெனடிக் உங்களுக்குள்ள இல்லை என்றால் உன்னை தேவன் சேர்த்துக் கொள்ள மாட்டார். കർത്താവായ യേശു സ്വർഗ്ഗത്തിന്റെ ആത്മാവ് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ ആ ജെനറ്റിക്കായുള്ള അനുഭവം നമ്മളിലേക്ക് ദൈവം നമ്മളെ ചേർത്ത് കൊള്ളത്തില്ല. ஆமென். காக்காவோட கூட்டிலே ஆமென் குயில் வளர்ந்தால் காலமாகும் பொழுது காக்காக்கு தெரியும் இது காக்கா இல்ல குயில் என்று. കാക്കയുടെ കൂട്ടില് ഒരു കുയിൽ മുട്ടയിട്ട് വളർന്നാൽ അതിന്റെ ഒരു കാലം കഴിയുമ്പോൾ അറിയാം അത് കുയിലിന്റെ കുഞ്ഞാണെന്ന്. ஆமென். எத்தனை பேருக்கு அது புரிகிறது? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? எத்தனை பேருக்கு புரிகிறது? എത്ര പേർക്ക് മനസ്സിലാകും? ஆமென். ஒரே கூட்டுல முட்டை போட்டு அவன் வளர்ந்து வருகிறதான காலம் வரும்பொழுது காக்காவோட குஞ்சுகள் காக்கான்னு சொல்லுவோம். ஆமா குயிலோட குஞ்சுகள் கூக்குன்னு சொல்லுவோம். ஆமென். ഒരേ കൂട്ടിൽ മുട്ടയിട്ട് കുയിലിന്റെയും കാക്കയുടെയും മുട്ടകൾ വിരിഞ്ഞാൽ കാക്കയുടെ കുഞ്ഞ് എപ്പോഴും കാക്ക പറയും, അതുപോലെ കുയിലിന്റെ കുഞ്ഞ് കൂക്കു എന്ന് പറയുവാനിടയായി. ஆமென். நீ ஒற்ற பிரமாணத்தில் ஒரு பிரமாணம் என்கிற கூடாரத்தில் நீங்கள் வளர்ந்து வரும்பொழுது உங்களுடைய சத்தம் ஒரே சத்தமாக தான் இருக்க வேண்டும். ഈ ഒരേ കൂടാരത്തിൽ നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശബ്ദവും ഒരേപോലെ ആയിരിക്കണം. ஆமென். நம்மளை நடத்துகிறது பரிசுத்த ஆவியானவர் என்ற ஒரே ஆவி என்றால் இந்த கம்ப்ளீட் இது இருக்கிற எல்லா சபையோடும் நடத்துகிறது பரிசுத்த ஆவியானவரை மட்டும் தான் இருக்க முடியும். നമ്മളെ എല്ലാവരും ഒരേ ആത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ആ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കും. எத்தனை பேர் ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയാൻ நான் കഴിയും? குயில் கூட்டம் அல்ல, நான் காக்காவுடைய கூட்டம். ഞാൻ കുയിലിന്റെ കൂട്ടത്തിലുള്ളതല്ല, ഞാൻ കാക്കയുടെ കൂട്ടത്തിലുള്ളതാണ്. ആമേൻ. ആ കൂട്ടത്തിൽ അതിന്റെ പിതാവിന്റെ ജെനറ്റിക്കിൽ അത് പിതാവിനുடைய അത് അമ്മാവുடைய ജെനറ്റിക്കിൽ இருக்கிறவர்களாய் நாம் இருக்க வேண்டும். ആ അപ്പ അമ്മോട് ആ ജെനറ്റിക്കലി നമ്മൾ ഇരിക്കുന്നവരായിരിക്കണം. ആമേൻ. ஹalleluya ஹalleluya ஆமென். நம்முடைய பிள்ளைகளை பார்த்தால் நம்முடைய சாயல் இருக்கும். നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മുടെ ആ ഛായ അവർക്കുണ്ടായിരിക്കും. ஆமென். என்னுடைய ரெண்டு பிள்ளைகள் இருக்கிறார்கள். ஆமென். அவர்கள் பார்த்தா சொல்வார்கள் அப்பா அம்மா இருக்கிறாங்க, அம்மா மாதிரி இருக்கிறாங்க. എനിക്ക് രണ്ട് പെൺപിള്ളേരുണ്ട്. അവര് ഒരാളെ കണ്ട അപ്പനെ പോലുണ്ട്, ഒരാളെ കണ്ട അമ്മയെ പോലുണ്ടെന്ന് പറയും. ஜெயசன் பிரதர்ന്റെ ஆமென் ரெண்டு பிள்ளைகள் இருக்கிறார்கள். பெரியவன் அப்பா போல இருக்கிறான், சின்னவன் அம்மாவை போல இருக்கிறான். ദേശത്തിന് രണ്ട് മക്കളുണ്ട്. മൂത്തവൻ അപ്പനെ പോലെയോ ഇളയവൻ അമ്മയെ പോലെയോ ഉണ്ട്. ஆமென். அப்படி இருக்கும் பொழுது ஆமென் என்னது காட்டுகிறது என்றால் அப்பாவுடைய அந்த சாயல் இந்த பிள்ளைகளுக்கு வந்து இருக்கிறது. അത് എന്തിനെ എടുത്ത് കാണിക്കുന്ന അപ്പന്റെ അതേ ഛായ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നു. எத்தனை பேர் சொல்ல முடியும் பரலோகத்தினுடைய ஆவி இப்ப என்னுடைய சாயலுக்கு மேலாக சாயலாய் வந்து இருக்கிறது? എത്ര പേർക്ക് പറയാൻ കഴിയും ആ സ്വർഗ്ഗത്തിന്റെ ആത്മാവ് എന്റെ മേൽ കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ ആ ഛായയിലാണ് കടന്നു പോകുന്നത്. பிரியமானவர்களே, அப்படி ஆவியை நீங்கள் பெற்றுக்கொண்டு நடக்கும் பொழுது ஆமென் நீங்கள் கர்த்தருடைய பிள்ளைகளாய் இருக்கிறீர்கள். ആ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ മക്കളായി മാറുന്നു. ஆமென் ஆமென். அப்படி இருக்கும் பொழுது அப்பா என்கிற உறவு எப்பொழுதும் உங்களோடு கூட இருக்கிறது. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അപ്പൻ എന്നുള്ള ആ ബന്ധം നമുക്ക് എപ്പോഴും ഇരിക്കുവാൻ ஆமென். அப்பா இல்லாத உறவல்ல, அப்பாவோடு சேர்ந்து நடக்கிற உறவு. ആ അപ്പ ഇല്ലാത്ത ഒരു അനുഭവമല്ല, അപ്പനോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം. ஆமென். எத்தனை பேர் ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയാൻ நீங்கள் பரலோகத்திலே உங்களுக்காக ஜெயிக்கிறவர்களாக அர்த்தம் சொல்லுகிறார். நீங்கள் என்னுடைய குமாரனாய் இருக்க போகிறீர்கள். അതുകൊണ്ടാണ് നമ്മൾ ജയിക്കുന്നവൻ ഓരോരുത്തരും ആ ദൈവത്തിന്റെ മക്കളായി മാറുവാനിടയായി. அப்ப குமாரனை பிதா எங்கே உட்கார வைப்பார் என்றால் ஆமென் தன்னுடைய வலது பாகத்தில் உட்கார வைப்பார். ആ ജയിക്കുന്നവന്റെ പിതാവ് ആ മകനെ എവിടെ ഇരുത്തുമെന്ന് വെച്ചാൽ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുത്തുവാൻ കഴിയും. அப்போ நீங்களும் ஜெயித்து கர்த்தருடைய பாதத்தில் கடந்து போகும்பொழுது உங்களை ஆண்டவர் எங்கே உட்கார வைப்பார் என்றால் குமாரன் இருக்கிற இடத்தில் தான் கர்த்தர் உங்களை உட்கார வைப்பார். നമ്മൾ ഓരോരുത്തരും ജയിച്ചവരായി പിതാവിന്റെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ പുത്രൻ ഇരിക്കുന്ന ആ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുത്തുവാനിടയായി. அதனால் நீங்கள் ஜெயிக்க வேண்டும் என்றால் பரிசுத்த ஆவியானவராலே நடத்தப்பட வேண்டும். നമ്മൾ ജയിക്കണമെന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. ஆமென். ഈ വർഷം എത്ര പേർ ക്ഷമിக்க முடியும்? நான் பரிசுத்த ஆவியானவராலே நடத்தப்பட போகிறேன். എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഞാൻ ഈ വർഷം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും? பரிசுத்த ஆவியானவர் நடத்தப்பட்டால் மட்டும்தான் நீங்கள் கர்த்தருடைய புத்திரர்களாய் இருக்க முடியும். പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കാൻ കഴിയൂ. அது அர்த்தம் சொல்கிறது நீங்கள் இப்பொழுது பயத்தினால்
ഒരു ബലമേറിയ ആമേൻ വർഷമായി കർത്താവ് മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. அப்படி இருக்கும்போது கர்த்தருடைய கரம் நமக்காக கூட இருக்கிறது. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും. அந்த உரிமையோடு நீங்கள் நடக்கிறவர்களா இருக்க வேண்டும் பிரியமானவர்களே. ആ ബന്ധത്തോടെ നമ്മൾ നടക്കുന്നവരായിരിക്കണം. உங்களுக்கு ஒரு அப்பா இருக்கிறார். നമുക്കൊരു പിതാവുണ്ട്. ஆமென். எனக்கு ஒரு பிதா இருக்கிறார். നമുക്കൊരു പിതാവുണ്ട്. ஆமென். அது கூப்பிடுவதற்கு தேவன் எனக்கு புத்திரிக்க ஸ்வீகாரத்தினுடைய ஆவி எனக்கு கொடுத்திருக்கிறார். ആ പിതാവെന്ന് വിളിക്കേണ്ടതിന് ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഇപ്പോൾ நீங்கள் அனாதைகள் அல்ல, உங்களுக்கு ஒரு அப்பா இருக்கிறார். ഇപ്പോ നമ്മൾ ആരും അനാഥരല്ല, നമുക്കൊരു പിതാവുണ്ട്. ஆமென். ஜோஷுவாக்கு பசிக்கும் பொழுது ஆமென் ஜோஷுவாவுடைய முகம் பார்க்கும் பொழுது அம்மா அப்பாவுக்கு தெரியும். ജോഷുവയ്ക്ക് വിശക്കുമ്പോൾ ജോഷുവയുടെ മുഖം കാണുമ്പോൾ അവന്റെ പപ്പായ്ക്ക് മമ്മിക്ക് അത് അറിയുവാൻ കഴിയും. ஆமென். ஜோஷுவாவுடைய முகம் ஆமென் கவலையோடு இருக்கும்போது அப்பா அம்மாவுக்கு தெரியும். ജോഷുവയുടെ മുഖം വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ അത് പിതാവിനും മാതാവിനും അറിയുവാൻ കഴിയും. ஜோஷுவாவுடைய ஜெனடிக் என்னுடைய ஜெனடிக் அல்ல. ജോഷുവയുടെ ജെനറ്റിക് പാസ്റ്റർ ജെനറ്റിക് അല്ല. ആമേൻ. എന്റെ ബ്ലഡും ജോഷുവയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആമേൻ ജോഷുവയുടെ ബ്ലഡ് ആമേൻ തന്റെ അപ്പാവായിരിക്കുന്ന ജിനോച്ചയുടെ ബ്ലഡോട് മാത്രമേ മാച്ച് ആകത്തുള്ളൂ. ആ ജോഷുവയുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ മാച്ച് ആവുന്നത് ജിനോച്ചയുടെ ബ്ലഡിനോട് ചേർന്ന് മാത്രമാണ്. നിങ്ങൾക്ക് മർമ്മം മനസ്സിലാവുന്ന ഞാൻ പറയട്ടെ. ആമേൻ. ഈവൻ ആമേൻ ആമേൻ ജിനോച്ചയുടെ മകനാണ് തെളിയിക്കുന്ന രക്തമാണ് അകത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവൻ ആമേൻ അവരുടെ അപ്പാവുடைய பிள்ளை என்கிற ஒரு ரத்தம் தான் உள்ளே போய் கொண்டிருக்கிறது. ஆமென். ஹல்லேலூயா. அப்படி இருக்கும் பொழுது நான் தெளிவாய் சொல்லுகிறேன், இப்போது உங்களுக்குள்ளாக ஓடுகிற ரத்தம் ஆமென் உங்களுடைய ரத்தம் அல்ல, அது பரலோகத்துடைய ரத்தம் உங்களுக்குள்ளாக ஓடிக்கொண்டிருக்கிறது. ഇപ്പോൾ നമുക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റെ രക്തമാണ്. ஆமென். இப்போது அப்பா பிதாவை கூப்பிடுற அதிகாரம் எப்படி கிடைத்தது என்றால், உங்களுக்குள்ளாக இருந்த ஆமென் மானுஷியமான மாம்சமான ரத்தத்தை தேவன் மாற்றி இப்போ உங்களுக்குள்ளாக ஒரு புது இயேசு கிறிஸ்துவின் இரத்தத்தினாலே கழுவப்பட்டதனால உங்கள் இரத்தத்துக்கு ஒரு மாற்றம் தேவன் கொடுத்திருக்கிறார். നമ്മുടെ മാനുഷ്യമായുള്ള രക്തത്തെ മാറ്റി ആ പിതാവിന്റെ രക്തം നമ്മൾക്കുള്ളിൽ കടന്ന് നമ്മളെ കഴുകിയപ്പോൾ ആ പിതാവിന്റെ ആ രക്തം നമ്മൾ കടന്നു വരുവാനിടയായി തീർന്നു. ഇപ്പോൾ இரத்தத்தினாலே ஆமென் நீங்கள் எல்லாரும் சுதந்திரமாய் இருக்கிறீர்கள். ഈ രക്തത്തിനാൽ നമ്മൾ എല്ലാവരും സ്വാതന്ത്ര്യത്തെ പ്രാപിച്ചിരിക്കുന്നു. குற்றமில்லாத இயேசு கிறிஸ்துவின் இரத்தத்தினாலே நீங்களும் நானும் சுதந்திரமாய் இருக்கிறோம். ആ കുറ്റമില്ലാത്ത യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ஆமென். அந்த சுதந்திரம் இப்போது எல்லாவற்றுக்கும் உரிமையை சுதந்திரத்தை நமக்கு திறந்து கொடுத்திருக்கிறது. ഈ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാത്തിനും അവകാശികളാക്കിയിരിക്കുന്നു. അതിനകത്ത് രോഗ സൗഖ്യമുണ്ട്. അതിനകത്ത് രോഗസൗഖ്യമുണ്ട്. வியாதிக்குள்ளான சுகம் இருக்கிறது. എല്ലാ രോഗങ്ങൾക്കും അതിൽ സൗഖ്യമുണ്ട്. அது வந்து ஒரு விஷயத்துக்கான எல்லாவற்றுக்கான மறுபடி இருக்கிறது. നമ്മുടെ എല്ലാ വിഷയത്തിനുമുള്ള മറുപടി അതിലുണ്ട്. அதுக்கும் மேலாக பரலோகத்தில் கடந்து போகும்போது உனக்காக குமாரன் உட்கார்கிற இடத்தை ஆயத்தப்படுத்தியிருக்கிற பிதாவை ஆயத்தப்படுத்தியிருக்கிற இடம் உனக்காக கர்த்தர் வைத்திருக்கிறார். അതിന് എല്ലാത്തിനും മേലായി ആ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. எத்தனை பேர் அந்த உரிமை எனக்கு கிடைத்திருக்கிறது என்று கரங்களை வைத்து தேவனை துதிக்க முடியாது? എത്ര പേർക്ക് ആ അവകാശത്തെ കിട്ടി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? பிரியமானவர்களே, உன்னுடைய ஆமென் வாழ்க்கை அல்ல, இப்போது பரிசுத்த ஆவியானுடைய பிளட்டில் நீங்கள் கலந்திருக்கிறீர்கள். ഇപ്പൊ നമ്മളുടെ ആ ജഡത്തിന്റെ അനുഭവത്തിൽ നമ്മൾ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ആ അനുഭവത്തിൽ നമ്മൾ കടന്നു പോകാൻ இப்போ തയ്യാറാണ്. உங்களுக்குள்ளாக ஓடுகிற ரத்தம் பரலோகத்தின் ரத்தமாக ഇപ്പോൾ இருக்கிறது. നമുക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം ആ സ്വർഗ്ഗത്തിന്റെ രക്തമായിരിക്കുന്നു. இப்போ மாம்சத்தினுடைய ரத்தம் அல்ல, பரலோகத்தின் ரத்தம் உங்களுக்குள்ளாக ആ ஓடிக்கொண்டிருக்கிறது. മാംസത്തിന്റെ ഈ ജഡത്തിന്റെ രക്തമല്ല ഇപ്പോൾ നമ്മൾ ഓടുന്നത്, ആ സ്വർഗ്ഗത്തിന്റെ രക്തം നമ്മൾ ഓടുന്നു. மாம்சத்தின் ரத்தம் உங்களுக்குள்ளாக பழைய ரத்தம் ஓடிக்கொண்டே இருந்தால் பழைய சுபாவங்கள் வந்து கொண்டே இருக்கும். ആ മാംസത്തിന്റെ പഴയ രക്തമേ നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരുന്ന ആ മാംസത്തിന്റെ സ്വഭാവം ഇപ്പോഴും നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കും. ஆமென். அதுதான் சொல்றது, மாம்ச சிந்தை மரணம் மட்டும் தான் நமக்கு கொடுக்கும். അതുകൊണ്ടാണ് പറയുന്നത് ജഡത്തിന്റെ ചിന്ത മരണം, ஆனால் கர்த்தருடைய சிந்தையோ நித்தியமான வாழ்க்கையை நமக்கு கொடுக்கிறதா இருக்கிறது. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ஆமென். அதனாலதான் நீங்களும் நானும் இப்பொழுது பழைய மாம்சத்தை மாற்றி நீங்களும் ஒரு வாக்குத்தத்தத்தினுடைய சந்ததியாக பிறந்திருக்கிறோம். ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴയ ചിന്തകളെ മാറ്റി ഇപ്പോൾ നമ്മൾ വാഗ്ദത്തത്തിന്റെ സന്തതിയായി മാറിയിരിക്കുന്നു. ஆமென். ஆமென். இரண்டு விதமான பிள்ளைகள் இருக்கிறார்கள். மாம்சத்தில் பிறந்த பிள்ளைகள், இனி ஒன்று வாக்குத்தத்தத்தினாலே பிறந்த பிள்ளைகள். രണ്ട് സന്തതിയുണ്ട്, ആ ജഡത്തിനാൽ ജനിച്ച മക്കളും ആ വാഗ്ദത്ത സന്തതിയും. நானும் நீங்களும் வாக்குத்தத்தத்தினாலே பிறந்த பிள்ளைகளாக இருக்கிறோம். നമ്മൾ ഓരോരുത്തരും വാഗ്ദത്ത സന്തതികളായിരിക്കുന്നു. மாம்சத்தின் பிள்ளை உலகத்தோடு அழிந்து போகும். ഈ മാംസത്തിന്റെ സന്തതി ഈ ലോകത്തോടെ കഴിഞ്ഞു പോകും. ஆனால் வாக்குத்தத்தத்தினுடைய சந்ததியோ பரலோகம் வரைக்கும் என்றும் என்றும் நிலைநிற்கிறதா இருக்கும். എന്നാൽ വാഗ്ദത്ത സന്തതിയോ എന്നുവരെ സ്വർഗ്ഗരാജ്യം വരെ നിലനിൽക്കുവാനിടയായിത്തീരും. ஆமென். மாம்சத்தினால் உண்டான ஆதாம் ஆமென் மாம்சத்தோடு மாறி போன பொழுது മാംസ
வாக்குத்தத்தங்களை கொடுத்துட்டு கடந்து போயிருக்கிறார். പുതിയ നിയമത്തിന്റെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വാഗ്ദത്തങ്ങളെ കൊടുത്തു കടന്നു He is the son of promise. വാഗ്ദത്തത്തിനുடைய பிள்ளையாய் இருக்கிறார் அவர். നമ്മൾ ഓരോരുത്തരും വാഗ്ദത്തത്തിന്റെ മക്കളായിരിക്കുന്നു. வாக்குத்தத்தினுடைய பிள்ளையுடைய இரத்தத்தினாலே கழுவப்பட்டிருக்கிற நானும் நீங்களும் இப்பொழுது வாக்குத்தத்தினுடைய பிள்ளைகளாய் இருக்கிறோம். ആ വാഗ്ദത്തത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വാഗ്ദത്തത്തിന്റെ മക്കളായിരിക്കുന്നു. எத்தனை பேர் சொல்ல முடியும்? ஆமென். அதே ஒரு உரிமை, அதே ஒரு அதிகாரம் பரலோகத்தில் எனக்கும் கொடுக்கப்பட்டிருக்கிறது. അവകാശത്തെ ദൈവം നമുക്ക് പ്രാർത്ഥനയോട് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുന്നതാട്ടെ. ആമേൻ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറഞ്ഞിരിക്കുന്നു. ഉന്മേൽ കർത്തരുടെ വാഗ്ദത്തം நிறைந்திருக்கிறது. നമ്മുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറഞ്ഞിരിക്കുന്നു. தேவனுடைய ஆவியினால் நடத்தப்படுவீர்கள் என்றால் அந்த வாഗ്ദത്തத்தை முழுவதையும் உங்களால் சுதந்தரித்துக் கொள்ள முடியும். നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെട്ട ആ വാഗ്ദത്തത്തെ എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമായി പ്രാപിക്കുവാനായിട്ട് காலம் நிறைவேறின போது ஆமென் ஆதியாகமம் புத்தகத்திலே சொல்லப்பட்ட அதே இயேசு கிறிஸ்து ஆமென் புதிய ஏற்பாட்டு காலத்தில் நமக்காய் கடந்து வந்தார். കാല സമ്പൂർണ്ണത വന്നപ്പോൾ ആ പുതിയ നിയമത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് വേണ്ടി കടന്നു വരുവാനായിട്ട് ஆமென். எந்த ஆமென் சாத்தான் ஆமென் கால்னால் மிதிக்கப்படணுமோ அதே சாத்தானை கால்னால் மிதிக்கப்படுவதற்காக காலம் நிறைவேறின போது இயேசு கிறிஸ்து என்கிற புதிய ஏற்பாட்டினுடைய ஆமென் வாக்குத்தத்தத்தினுடைய பிள்ளையாய் இயேசு கிறிஸ்து நமக்காக பிறந்தார். ആ കാല സമ്പൂർണ്ണത വന്നപ്പോൾ ആ പാമ്പിന്റെ തലയെ കാൽക്കീഴിൽ ചവിട്ടിയിരിക്കണമോ ആ യേശുക്രിസ്തു ഭൂമിയിൽ പിറക്കുവാനായിട്ട് அதுதானே கலாத்தியர் 4 அதிகாரம் 4 வசனம் 5 வசனம் 6 வசனம் the book of Galatians chapter 4 5 6 ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 4 അധ്യായം 4 വാക്യം 5 വാക്യം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കി വാങ്ങി നാം പുത്രത്തെ പ്രാപിക്കേണ്ടതിന് തന്നെ. ஆமென். இப்பொழுது பாருங்கள் ஆமென் எதற்காக இயேசு கிறிஸ்து ஆமென் வாக்குத்தத்தப்படி பிறந்தார் என்றால் ஆமென் உனக்கும் எனக்கும் ஆமென் ஒரு குமாரனை ஆமென் கர்த்தர் கொடுத்ததுக்கான காரணம் காலம் நிறைவேறின போது ஆமென் ஸ்திரீயினிடத்திலே ஆமென் பிறந்தவரும் நியாயப்பிரமாணத்துக்கு கீழானவருமாகிய தம்முடைய குமாரனை தேவன் என்ன செய்தார்? அனுப்பினார். நீங்கள் புத்திரராய் இருக்கிறபடியினால் இப்பொழுது நீங்கள் யாரா இருக்கிறீர்கள்? மேலும் நீங்கள் இப்பொழுது புத்திரராய் இருக்கிறீர்கள். എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വന്നു? ആ കാല സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചതിനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരെ നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ വിലക്കി വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് நாம் புத்திரிக ஸ்வீகாரத்தை அடையும்படி 4 வசனம் நாம் verse 4 நாம் புத்திரிக ஸ்வீகாரத்தை அடையும்படி புத்திரத்தை பிராபிக்கேண்டதின நல்லா யோசிக்கணும். இயேசு கிறிஸ்து எதற்கு வந்தார் என்றால் நீயும் எனக்கும் உங்களுக்கும் புத்திரிகை ஸ்வீகாரம் நஷ்டமாயிருந்தது. அந்த நஷ்டத்தை மாற்றுவதற்காக நானும் நீங்களும் புத்திரிகை ஸ்வீகாரத்தை அடையும்படி ஆமென் காலம் நிறைவேறின போது ஸ்திரீயினிடத்தில் பிறந்த இயேசு நமக்காய் கடந்து வந்தார். നമ്മൾ ആ പുത്രത്തെ പ്രാപിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആ പുത്രത്തിന്റെ നഷ്ടമായ ആ പുത്രത്തെ പ്രാപിക്കുവാൻ വേണ്ടി കാലസമ്പൂർണ്ണത വന്നപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വരുവാൻ அந்த பெரிதான சத்தியத்தை மறைத்து விடுவதற்கு சாத்தான் ஆமென் பலவிதமான திட்டங்களை இட்டுக் கொண்டிருக்கிறார். ആ വലിയൊരു സത്യത്തെ മറച്ചു കളയുവാൻ വേണ്ടി സാത്താൻ വലിയൊരു പദ്ധതിயை ഇട്ടുകൊണ്ടിരിക്കുന്നു. ஆனால் இயேசு கிறிஸ்து உனக்கு புத்திரிகை ஸ்வீகாரத்தை கொடுக்கும்படி தான் இயேசு வந்தார். നമുക്ക് ഓരോരുത്തർക്കും ആ പുത്രത്തെ കൊടുക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. அதற்குள்ளாக நடத்துகிறவர் தான் பரிசுத்த ஆவியானவர். ആ പുത്രത്വത്തിലേക്ക് നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ஆமென் சொல்ல முடியும். എത്ര പേർക്ക് ആമേൻ പറയാം? அதனால நீங்க மாம்சத்தின்படி சிந்திச்சிட்டே இருந்தீங்கன்னா அந்த வசனம் உங்களுக்கு ஒண்ணுமே புரியாது. നിങ്ങൾ മാംസത്തെ ജഡപ്രകാരം നിങ്ങൾ ചിന്തിച്ചാൽ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. நீங்கள் பாருங்க உங்களுடைய சரீரத்தை நீங்கள் மாற்றி வைத்து உள்ளாக இருக்கிற ஆத்துமாவுக்கு நீங்கள் கொடுத்து கொண்டே இருங்கள். നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ച് ആ ജഡത്തിന്റെ ചിന്തകൾ മാറ്റി ആത്മാവിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ചിന്തിക്കുവാൻ ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് പൂർണ്ണമായുള്ള സമ്പൂർണ്ണതയിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. ഈ സത്യം இந்த சத்தியத்தை நீங்கள் புரிந்து கொண்டால் தேவனுடைய பூர்ணமான சுதந்திரத்துக்குள்ளாக தேவன் நடத்த போகிறார்கள். ஹல்லேலூயா ஹல்லேலூயா. அப்ப நீங்களும் நானும் புத்திரிகை ஸ்வீகாரத்தை பெறும்படி தான் இயேசு நமக்காய் கடந்து வந்தார். നമ്മൾ ആ പുത്രത്വത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു കടന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറന്ന് നാം നടന്നു കൊണ്ടിരിக்கிறோம். എന്നാൽ ആ കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ஆமென். இந்த ஆமென் மகளோடு கேட்டால் சொல்லுவாங்க இந்த மகளுக்கு ஒரு அப்பா இருக்காங்க. ഈ മകളോട് ചോദിച്ചാൽ പറയും എനിക്കൊരു അപ്പനുണ്ട്. ஆமென். ഈ மகளோடு அப்பாவோட பேர் என்று கேட்டால் அந்த மகள் சொல்லும் அப்பாவோட
അപ്പാവുടെ പേര് ഇന്ന என்று ഈ മകളോട് ചോദിക്കുക നിന്റെ അപ്പന്റെ പേര് എന്ന് ചോദിച്ചാൽ ആ അപ്പന്റെ പേര് പറയുവാനേ உங்களுடைய ஆத்துமாவில வந்து இப்ப நான் கேட்டால் ஆமென் நீங்கள் சொல்ல முடியுமா உங்களுடைய அப்பாவுடைய பேர் என்ன என்பது നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ നിങ്ങളുടെ അപ്പൻ ആരാണ് ஆமென் நீங்கள் சொல்ல வேண்டும் ஆமென் என்னுடைய ஆத்துமாவுக்கு ஆமென் ஒரு அப்பா இருக்கிறார் அவர் எனக்காக கடந்து வந்தார் அவர்தான் ஆண்டவராகிய இயேசு கிறிஸ்து നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം എനിക്കൊരു അപ്പനുണ്ട് എനിക്കായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ അപ്പൻ ஆமென் ஆமென் ஒரு ஆமென் அப்பாவுக்கு ரெண்டு பிள்ளைகள் இருந்தார் ஆமென் இளைய குமாரன் ஆமென் தன் அப்பாவை விட்டு தூரம் போய் விட்டான் ஆனால் அப்பா அந்த பிள்ளைகளுக்காக எப்போதும் காத்துக்கொண்டே இருந்தார் ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു ഇളയ മകൻ തന്റെ അപ്പനെ വിട്ട് ദൂരത്ത് പോയി എന്നാൽ ആ ഇളയ മകന് വേണ്ടി കാത്തിരുന്ന ഒരു അപ്പനുണ്ട് ஆனால் மூத்த குமாரன் ஆமென் அவரோடு கூட இருந்தார் എന്നാൽ മൂത്ത മകൻ ആ അപ്പനോട് കൂടെ ഇരുന്നു அப்பாவுடைய ஐடென்டிட்டி மறந்து போன பொழுது அவன் கஷ்டத்துக்குள்ளாய் போய் விழுந்தான் അപ്പന്റെ ആ ഐഡന്റിറ്റി അവൻ മറക്കുമ്പോൾ അവൻ കഷ്ടത്തിൽ പോകുവാനിടയായി அப்பாவோடு இருக்கிற வரைக்கும் அப்பாவோடு கூட இருக்கிற ராஜ அரண்மனையுடைய சாப்பாடு அவனுக்கு கிடைத்தது അവൻ അപ്പനോട് കൂടെ ഇരിക്കുമ്പോൾ ആ അപ്പന്റെ എല്ലാ സുഖങ്ങളും അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞു വേറെ പുതിയ കഥയൊന്നും ഞാൻ പറയുന്നില്ല ആമേ നമ്മൾ എല്ലാവരും പേരിട്ടിരിക്കുന്ന മുടിയനായ പുത്രന്റെ കഥയാണ് നമ്മൾ പറയുന്നത് கெட்ட குமாரன் என்கிற சொல்ற ஒரு கதையை தான் நான் சொல்லிக் கொண்டிருக்கிறேன் நாம இட்ட பேர் என்னது அவன் കെട്ട കുമാരൻ മലയാളത്തിൽ ഇട്ടിരിക്കുന്നത് മുടിയനായ പുത്രൻ ആമേൻ പക്ഷേ യേശു അങ്ങനൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല ആ യേശു പറഞ്ഞ വാക്ക് അവൻ ഇളയ പുത്രൻ നമ്മളെല്ലാം രണ്ട് മകന് ഇളയ മകന് പേരിട്ടിരിക്കുന്നത് മുടിയനായ പുത്രൻ എന്നാൽ യേശു മുടിയനായ പുത്രൻ എന്ന പേരിട്ടിട്ടില്ല അങ്ങനെ ഇട്ടിട്ടുണ്ടോ ബ്രദറെ ഇട്ടിട്ടുണ്ടോ ബീച്ച ഇട്ടിട്ടുണ്ടോ പപ്പ പക്ഷെ നമ്മളിട്ട പേരെന്തുവാ മുടിയനായ പുത്രൻ ആമേ 2024 പലവിധമായ മനുഷ്യരുടെ നിന്ന പേരുകൾ വാങ്ങിച്ച സഭയോട് ഞാൻ പറയട്ടെ 2025 ആമേ ആ പേരെല്ലാം കർത്താവ് തന്റെ ഇരു കരവും കൊണ്ട് തന്റെ മാർബോട് ചേർക്കുന്ന സ്നേഹത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നു 2024 ഉന്നെ പല പേരുകളും പലർക്കും മുൻപാകെ ആമേ മനുഷ്യരുടെ നിന്ദിക്കപ്പെട്ട ഉന്നെ இப்போது அப்பா என்ற உறவிலே ஆண்டவர் தன்னுடைய மார்பிலை அணைத்து கூப்பிடுகிறார் நீ என்னுடைய பிள்ளை என்று ഹല്ലേലൂയ എത്ര പേർ ആമേൻ சொல்ல முடியும் പക്ഷേ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ இந்த മകൻ திரும்பி வந்த பொழுது என்ன நடக்கிறது என்றால் அவன் சொல்லுகிறான் அப்பா உமக்கு நான் அவன் பையனாக இருப்பதற்கு மகனாக இருப்பதற்கு என்ன இல்லை தகுதி இல்லை உமக்கு விரோதமாகவும் பரலோகத்துக்கு விரோதமாகவும் நான் பாவம் செய்தேன் ഈ മകൻ തിരിച്ചു വരുമ്പോൾ ഇപ്രകാരം പറയുന്നു നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിനക്ക് പാപം ചെയ്തിരിക്കുന്നു நான் சொல்கிறேன் புத்திரிக ஸ்வீகாரத்தை மறந்து போனால் இதுதான் அனுபவம் നമ്മൾ ആ പുത്രത്വത്തെ മറന്നു പോയ ഇതാ അനുഭവം കടന്നു വരുന്നത് എത്ര പേർ ഉണര முடிகிறது എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും നിനക്ക് ഒരു അപ്പൻ ഉണ്ടെന്നുള്ള അനുഭവം ഇട്ട് ഓടിപ്പോയാൽ ദൂരെ പോയാൽ അവൻ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു അപ്പൻ ഉണ്ടെന്നുള്ള അനുഭവത്തെ മറന്ന് ദൂരെ പോയാൽ നമുക്കും വരുന്ന അനുഭവം ഇതായിരിക്കും ஆனால் அப்பாவுடைய சுபாவம் பையனை போல அல்ல എന്നാൽ അപ്പന്റെ സ്വഭാവം ഈ മകനെ പോലെ അല്ല அப்பா அவன் போன இளைய குமாரனுக்காக காத்திருக்கிறார் ആ പോയ ഇളയ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനാണ് அவன் பையனுக்கு புத்தி தெரிந்த பொழுது അവന് സുബോധം കടന്നു വന്നപ്പോൾ அவன் பன்னிகளுக்குள்ளாக இருந்து பன்னியினுடைய சாப்பாடெல்லாம் சாப்பிட்ட பொழுது അവൻ ആ സുബോധം പന്നികളുടെ ആഹാരത്തെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ அவனுக்கு சுபோதம் வந்தது അവൻ ആ സമയത്ത് സുബോധം കടന്നു വരുവാനിടയായി என்னுடைய அப்பா வீட்டில் இருந்தால் வேலைக்காரன் சாப்பிடுற சாப்பாடு இதுலயும் நல்லா இருக்கிற ஒரு சாப்பாடா இருந்தது ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ അപ്പന്റെ വീട്ടിലെ വേലക്കാർ കഴിക്കുന്ന ആഹാരം ഇതിലും നല്ലതായിരിക്കുന്നു அப்பாவோட வீட்டிலிருந்து தூரம் போயிருந்தால் இந்த அப்பாவோட வீட்டுக்கு வீண்டுமாக கிட்டி சேருவதற்கு இந்த 2025 கடந்து வரலாம் നമ്മൾ അപ്പന്റെ വീടെ വിട്ട് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ഈ 2025 അപ്പനോട് ചേർന്നിരിക്കുന്ന അനുഭവം നമുക്ക് കടന്നു വരട്ടെ தேவன் சொல்லுகிறார் உனக்கு அப்பா பிதாவே என்கிற புத்திரிய ஸ்வீகாரத்தின் ஆவியை தேவன் கொடுத்திருக்கிறார் അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നു ആമേൻ you are the son of promise അത് ദൈവത്തിന്റെ പുത്രന്റെ വാഗ്ദത്തമായിരിക്കുന്നു എത്ര പേർ சொல்றேன் வாக்குதத்தத்தினுடைய சந்ததியாக இருக்கிறேன் ഞാൻ വാഗ്ദത്ത സന്തതിയായിരിക്കുന്നു வாக்குதத்தத்தினுடைய சந்ததி எவ்வளவு தூரம் போனாலும் வாக்குதத்தம் அவனை விட்டு மாறி போகாது വാഗ്ദത്ത സന്തതി എത്ര ദൂരം പോയാലും അവന്റെ മേലുള്ള വാഗ്ദത്തം എപ്പോഴും മാറി പോകത്തില്ല ആമേൻ വാഗ്ദത്തം മാറി പോകത്തില്ല എത്ര ദൂരം പോയാലും കർത്താവ് വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം കൂട്ടിച്ചേർക്കും നമ്മൾ എത്ര ദൂരം പോയാലും നമ്മുടെ വാഗ്ദത്തം നമ്മളെ വിട്ടു പോകത്തില്ല ആ വാഗ്ദത്തത്തിലേക്ക് നമ്മുടെ പിതാവ് നമ്മളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കും என்னது வாக்குதத்தம் தெரியுமா அப்பா பிள்ளை என்கிற வாக்குதத்தம் அவர்களை ஒன்றாக சேர்த்தது എന്തുവാണ് ആ വാഗ്ദത്തം എന്ന് അറിയാമോ അപ്പാ പിതാവേ എന്നുള്ള ആ
ചെയ്യും. ஆமென். எத்தனை பேர் சொல்ல முடியும் நான் ஆவியினால் நடத்தப்பட போகிறேன்? ഞാൻ എത്ര പേർക്ക് ഇപ്പോ പറയുവാൻ കഴിയും ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടും. அதே குமாரனுக்கு சுபோதம் வந்த பொழுது ஆமென் ஆவியானவராலே அவனுக்கு தோன்றிட்டு என் அப்பா வீட்டுக்கு நான் கடந்து போகிறேன். ആ ഇളയ പുത്രന് ആ സുബോധം വന്നു കഴിയുമ്പോൾ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുവാനിടയായി. திரும்பி வந்த பொழுது அவனுக்கு നഷ്ടമാனதை எல்லாம் அப்பா திருப்பி கொடுக்கிறார். അവന് തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവന് നഷ്ടമായതൊക്കെയും അപ്പൻ മകന് കൊടുക്കുവാനിടയായി തീർന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ 2024 നഷ്ടത്തെ അപ്പ നമുക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാൻ പോകുന്നു? എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ് എനിക്ക് നഷ്ടമായതൊക്കെ എന്റെ അപ്പൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു? നഷ്ടമായ അധികാരമായ മോതിരത്തെ അപ്പ തിരിച്ചു കൊടുത്തു. ആ നഷ്ടമായ ആ അധികാരമായ മോതിരത്തെ തിരിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ആമേൻ. அந்த அப்பா ஆமென் கையில் இருந்து வாங்கின அந்த மோதிரம் ஆமென் அந்த பிள்ளையினுடைய கையில் இருந்து நஷ்டப்பட்டது. ஆனால் அப்பா சொல்கிறார் ஆமென் நஷ்டப்பட்டாலும் நீ என்னுடைய பிள்ளையாய் இருக்கிறாய். ആ അപ്പൻ കൊടുത്ത അധികാരമാകുന്ന മോതിരം അവന് നഷ്ടമായി. എന്നാൽ അപ്പൻ പറയുന്ന ഈ മോതിരം നഷ്ടമായാൽ നീ എന്റെ മകനാണ്. പലരുടെ ഹൃദയങ്ങളെ കർത്തർ തൊട്ടുകൊണ്ടിരിக்கிறார். ഞാൻ ഉണർന്നു കൊണ്ടിരിக்கிறேன். പല ഹൃദയങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. പല ഹൃദയങ്ങളിൽ ആമേൻ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ഹൃദയങ്ങളിൽ ദൈവം ചലനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ ആമേൻ മകൻ എന്നുള്ള ആമേൻ മകൾ എന്നുള്ള ആമേൻ ഉറവിൽ നിന്ന് പിരിച്ച അനുഭവത്തെ വീണ്ടുமாக தேவன் இப்போது கிட்டி சேர்த்துக் கொண்டிருக்கிறார். മകൻ മകൾ എന്നുള്ള ആ അവകാശത്തിൽ നമ്മളെ പിരിച്ച അനുഭവങ്ങൾ ദൈവം പിന്നെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നഷ്ടപ്പെട്ട മോതിരത്തിനുடைய அதிகாரத்தை கர்த்தர் திருப்பி கொடுக்கிறார். നഷ്ടപ്പെട്ട മോതിരത്തിന്റെ അധികാരം ദൈവം നമുക്ക് മടക്കി കൊടുക്കും. നഷ്ടപ്പെട്ട அந்த ஆமென் വസ്ത്രത്തിനുடைய புது വസ്ത്രத்தை தன் தகப்பன் திருப்பி கொடுக்கிறார். അവൻ നഷ്ടമായ ഡ്രസ്സിനെ ദൈവം പുതിയ ഡ്രസ്സ് അവന് തിരിച്ചു കൊടുക്കുന്നു. വസ്ത്രത്തെ കർത്താവ് തിരിച്ചു കൊടുക്കുന്നു. അവന്റെ വസ്ത്രത്തെ തിരിച്ചു കൊടുക്കുന്നു. നഷ്ടമാണ് ചെരുപ്പை ആമേൻ தன் அப்பா திருப்பி கொடுக்கிறார். അവൻ നഷ്ടമായ ചെരുപ്പുകളെ ദൈവം അവന് തിരിച്ചു കൊടുത്തു. ஆமென். அந்த பிள்ளைக்கு தன் தகப்பனுடைய உரிமை எதெல்லாம் நஷ்டமானதோ அதெல்லாம் திரும்பி வந்தபோது அந்த அப்பா அந்த பிள்ளைகளுக்கு கொடுத்து விட்டார். ആ അപ്പന്റെ വീട്ടില് അവന് ഏതൊക്കെ അപ്പന്റെ വീട്ടിൽ നിന്ന് നഷ്ടമായോ അതൊക്കെ ആ അവകാശത്തെ അപ്പൻ തിരിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ஆமென் சொல்ல முடியும் எனக்காக 2025 திருப்பி கொடுக்கிற வருஷமாய் கர்த்தர் மாற்றி இருக்கிறார். എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ ദൈവം എനിക്ക് 2025 എല്ലാം നഷ്ടമായതൊക്കെ തിരിച്ചു കൊടുക്കുന്ന വർഷമാണ്. ആമേൻ. ഞാൻ ഒരുങ്ങി വന്നത് വേറെ വിഷയം പറയാൻ വേണ്ടിയാ. പക്ഷേ ഈ ആമേൻ മകനും ആമേൻ ഈ അനുഭവത്തെ കർത്താവ് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിൽ തൊട്ട് സംസാരിക്കുന്നത് കൊണ്ട് ആമേൻ സഭയ്ക്ക് അത് വിടുതലായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വേറൊരു വിഷയം சொல்றதுக்காக வந்து நான் பரிசுத்த ஆவியானவர் இந்த விதத்தில் நடத்துனனால நான் அது என் சரீரத்தில் உணர்ந்து சொல்றேன். ஆமென். என் ശരീരത്തിൽ പരിശുദ്ധാത്മ തൊടുന്നത് ഞാൻ അനുഭവിച്ചു പറയുന്നു. நான் பரிசுத்தாவின் தொட்டதுக்கு சொன்ன அந்த அனுபவத்தை சொல்லுகிறேன். ஆமென். வாக்குத்தத்தத்தினுடைய சந்ததிகளாக நானும் நீங்களும் இருக்கிறோம். നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും വാഗ്ദത്തത്തിന്റെ സന്തതിയായിരിക്കും. ஆமென். வாக்குத்தத்தத்தின் சந்ததிகளுக்கு நஷ்டமான அதிகாரத்தை கொடுக்கிற ஒரு அப்பா நமக்காக காத்திருக்கிறார். ആ വാഗ്ദത്ത സന്തതിക്ക് നഷ്ടമായ എല്ലാ അവകാശവും തിരിച്ചു കൊടുക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. நீங்கள் பரிசுத்த ஆவியால் நடத்தப்படுகிற ஒரு வருஷமாக எத்தனை பேர் ஒப்பு கொடுக்க முடிகிறது? ഈ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന വർഷമായി മാറുന്നത് എത്ര പേർ ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറാണ്? காலம் தேவன் வைத்திருக்கிறார். காலம் நிறைவேறின பொழுது இயேசு கிறிஸ்து எப்படி இந்த உலகத்தை தேடி வந்தாரோ உங்களுடைய காலம் 2025 நிறைவேறுகிற பல விஷயங்கள் உங்கள் வாழ்க்கையில வரப்போகிறது. ആ കാല സമ്പൂർണ്ണത വന്നപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുപോലെ നമ്മുടെ കാലങ്ങളെ ദൈവം നമുക്ക് തിരിച്ചു തരുവാനിടയായി തീരും. எத்தனை பேர் ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയുക? நஷ்டமான பல காலங்களை கர்த்தர் திருப்பி கொடுக்க போகிறார். നമുക്ക് നഷ്ടമായ പല കാലങ്ങളെ ദൈവം നമുക്ക് തിരിച്ചു அது കൊടുക്കും. எப்படி என்றால் அப்பா பிள்ளை என்கிற அந்த உறவில் நான் கர்த்தருடைய பிள்ளை என்கிற குமாரனுடைய உறவில் அப்பா பிதாவே என்று கூப்பிடுகிற புத்திரிகை ஸ்வீகாரத்தின் ஆவியோடு நீ கடந்து வரும்போது கர்த்தர் உனக்கு கொடுக்க விருப்பப்படுகிறவராய் അത് இருக்கிறார். എപ്രകാരം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ആ അപ്പാ പിതാവേ എന്നുള്ള ആ പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവം നമുക്ക് കൊടുക്കുവാനിടയായി. ஃபார்மல் பிரார்த்தனை ஃபார்மல் ஜெபம் எல்லாம் மாற்றி வைத்து இந்த எத்தனை பேர் ஒரு அப்பா பிள்ளை என்கிற உறவோடு எத்தனை பேர் அப்பா என்று இயேசுவை கூப்பிட முடிகிறது? നമ്മൾ ആ ഫോർമൽ ആയിട്ടുള്ള എല്ലാ നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റി വെച്ച് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആ അധികാരത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയും. இந்த மேல் ஒரு அதிகாரம் இருக்கிறது பிரியமானவர்களே. നമ്മുടെ മേൽ ഒരു അധികാരമുണ്ട്. அவன் உண்மையில் மகன் என்கிற ஒரு அதிகாரம் இருக்கிறது. നമ്മുടെ മേൽ ഒരു മകൻ എന്നുള്ള ഒരു അധികാരമുണ്ട്. இந்த மகனுடைய அதிகாரத்தை கொடுக்க மாட்டேன் என்று சொல்லி பலரும் ஆமென் நிச்சயத்துக்கு முன்பாய் கடந்து வரும்போது நீ சொல்லணும் எனக்கு ஒரு அப்பா இருக்கிறார். നമുക്ക് പല അധികാരം നമ്മൾ മറന്ന് നമുക്ക് പലതും കൊടുക്കാൻ തടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് പറയാൻ തയ്യാറായിരിക്കണം ഞാൻ എനിക്കൊരു അപ്പനുണ്ട്. எத்தனை பேர் ஆமென் சொல்ற எனக்கு ஒரு அப்பா இருக்கிறார்? എത്ര പേർക്ക് ആമേൻ പറയാൻ എനിക്കൊരു അപ്പനുണ്ട്. நான் வாக்குத்தத்தத்தினுடைய சந்ததியாய் இருக்கிறேன். ഞാൻ വാഗ്ദത്ത
വാഗ്ദത്ത സന്തതിയായിരിക്കുന്നു. ആമേൻ ആമേൻ. അബ്രഹാമുடைய വാഗ്ദത്ത സന്തതി ஈசாக் என்றால் ஈசாக்குக்கு அப்ரஹாமுடைய சகலதும் தேவன் கொடுத்து தீர்த்து விட்டார். അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ഇസ്ഹാക്ക് ആണെങ്കിൽ ഇസ്ഹാക്കിന് എല്ലാ അവകാശവും കൊടുത്തു. അറിയാവുന്ന ഇസ്മായിൽ ആമേൻ അബ്രഹാമിന്റെ വീട്ടിൽ പിറந்திருந்தாலும் ஆனால் ആമേൻ വാഗ്ദത്തത്തിன்படி பிறந்தவர் ஆமேன் அது ஈசாக்காக மட்டும் தான் இருக்கிறார். ജഡപ്രകാരം കടന്നു വന്ന ഇസ്മായിൽ കടന്നു വന്നാൽ ആ വാഗ്ദത്ത പ്രകാരം കടന്നു വന്ന ഇസ്ഹാക്കാണ്. சொல்ல முடியுமா மாംசம் எனக்கு வேண்டாம். നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഈ മാംസം എനിക്ക് വേണ്ട. ഈ മാംസത്തിன்படி നടப்பதற்கு இந்த வருஷம் நான் விருப்பப்படவில்லை. ഞാൻ ഈ ജഡസ്വഭാവ പ്രകാരം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അവിശ്വാസത്തെ കൊണ്ടുവരുന്ന മാംസത്തിന്റെ ചിന്തന എനിക്ക് വേണ്ട. അവിശ്വാസത്തെ കൊണ്ടുവരുന്ന ജഡസ്വഭാവം എനിക്ക് വേണ്ട. അപ്പാവുടെ വല്ലമയെ കുറയ്ക്കുന്ന എந்த ഒരു മാംസ ചിന്തനയും എനിക്ക് വേണ്ട. എന്റെ അപ്പന്റെ ആ മഹത്വത്തെ ബലത്തെ കുറയ്ക്കുന്ന ഒരു അനുഭവം എനിക്ക് വേണ്ട. നമ്മുടെ അപ്പാവുടെ ബലം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ അപ്പാവുடைய ബലം என்னன்னு നമുക്ക് ആർക്കും தெரியாது. എന്നോട് தெரியுமா ഒരു വാർത്തയിനാലെ സകല ഉലകത്തെയും ദൈവം സൃഷ്ടിத்தார். ആ ദൈവത്തിന്റെ ബലം എന്ന് വെച്ചാൽ ഒരേ ഒരു വാക്കിനാലെ എല്ലാத்தையும் ഉളവാക്കിയ അവൻ ഇല്ലാതെ ഇരിക്കുന്നത് പോൽ കൂപ്പിട്ട് കൊടുക്കുന്ന ദൈവനായി இருக்கிறார். ഇല്ലാത്തവരെ ഉള്ളവരെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമായിരിക്കും. അവൻ ഇല്ലാതെ പല വിഷയങ്ങളെ കൊടുക്ക ഉണ്மைയുള്ളവர்கள் അവர்தான் നമ്മൾക്ക് എല്ലാവർക്കും പിതാവായി இருக்கிறார். ഇല്ലാത്തവരെ ഉള്ളവരെ പോലെ വിളിച്ചു വരുത്തുന്ന അതാണ് നമ്മുടെ പിതാവ്. ആമേൻ. அப்படிப்பட்ட பிதாவுடைய வாக்குத்தத்தத்தில் பிறந்த நானும் நீங்கள் வாக்குத்தத்தத்துடைய சந்ததிகளாய் இருக்கிறோம். ആ പിതാവിന്റെ വാഗ്ദത്തത്തിൽ ജനിച്ച നമ്മൾ വാഗ്ദത്ത സന്തതിയായിരിക്കും. എത്ര പേർ சொல்லுங்க ഞാൻ ജയിക്കും. ഞാൻ എത്ര പേർക്ക് പറയാൻ ഞാൻ ജയിക്കും. എന്റെ ആത്മീയ വിഷയത്തിൽ ആവിക്കുரிய வாழ்க்கையில் நான் ஜெயிப்பேன். എന്റെ ആത്മീയ വിഷയത്തിൽ ഞാൻ ജയിക്കും. நான் பரிசுத்தாவியால் நடத்தப்படுவேன். ഞാൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും. பரிசுத்தாவியால் நடத்தப்பட்டால் நீங்கள் தேவனுடைய குமாரன் என்கிற நிச்சயமான அதிகாரத்தை நீங்களுக்குள்ளாக இருக்கிறீர்கள். നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ അധികാരത്തെ നമുക്ക് പ്രാപിക്കുവാനാണ്. எത്ര பேர் கரங்களை வைத்து ஆமென் சொல்ல முடிகிறது? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ஆமென். அதுதான் அந்த ஆமென் ரோமருடைய புத்தகத்தில் வாசிக்கும் பொழுது ஆமென் நாம் தேவனுடைய பிள்ளைகளாய் இருக்கிறோம் என்றும் ஆவியானவர் தாமே நம்முடைய ஆவியினுடனே சாட்சி கொடுக்கிறார். 16ஆம் வசனம் ரோமர் 8:16 நாம் தேவனுடைய பிள்ளைகளாய் இருக்கிறோம் என்று ஆவியானவர் தாமே நம்முடைய ஆவியினுடனே சாட்சி கொடுக்கிறார். നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ஆமென். நீங்கள் தேவனுடைய பிள்ளைகள் என்று இப்ப பரிசுத்த ஆவியானவர் உங்களுக்காக சாட்சி கொடுக்கிறார். നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് ഇപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. ഹലോ ആമേൻ. ഞാൻ നിങ്ങളോട് ആമേൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളോട് சொல்லவில்லை என்றாலும் இப்பொழுது பரிசுத்த ஆவியானவர் சொல்லுகிறார் நீங்கள் கர்த்தருடைய பிள்ளைகளாய் இருக்கிறீர்கள். ഞാൻ നിങ്ങളോട് നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളെക്കുറിച്ച് സാക്ഷി പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. உன்னுடைய மாம்சத்தோடு பரிசுத்த ஆவியானவர் பேசல உன்னுடைய ஆவியோடு கர்த்தர் பேசுகிறார். നമ്മുടെ ആ ജഡത്തിനോടല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല. நாம் தேவனுடைய பிள்ளைகளாய் இருக்கிறோம் என்று ஆவியானவர் தாமே நம்முடைய ஆவியுடனே என்ன செய்கிறார்? ஆமென். அவர் சாட்சி கொடுக்கிறவராய் இருக்கிறார். നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നിന്റെ ആത്മാവോട് സംസാരിക്കുന്ന ഒരുവനുണ്ട്. അവനുடைய ആവിയോട് പേശുന്ന ഒരുവൻ இருக்கிறார். அவர்தான் பரிசுத்த ஆவியானவர். നമ്മുടെ ആത്മാവിനോട് കൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. அதுதான் அடுத்த வசனம் 18ஆம் வசனம் விவரமாக சொல்கிறது. 17ஆம் வசனம் நாம் பிள்ளைகளானால் நாம் சுதந்திரமாவோம். അതുകൊണ്ട് 17 വാക്യത്തിൽ പറയുന്ന മക്കളെങ്കിലോ അവകാശികളുമാകും. எத்தனை பேர் சொல்ல முடியும் நான் சுதந்திரனாய் இருக்கிறேன்? എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു? நீ பிள்ளை என்றால் சுதந்திரவாளி நீதான். നമ്മൾ മക്കളാണെങ്കിൽ നമ്മളാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചത്. அவன் ஞானத்தை கொடுக்கிற தேவன் அவருடைய பிள்ளையா இருக்கும்போது ஞானத்துக்கு தேவன் குறைவு கொடுக்க மாட்டார். നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ മുഴുവൻ ജ്ഞാനത്തെയുള്ള ദൈവം നമുക്ക് ജ്ഞാനത്തെ കൊടുക്കുവാനായി. அவன் சகல ஆசீர்வாதத்துக்கும் உடனாய் இருக்கிற அவர் அவன் உன்னுடைய ஆசீர்வாத கேடுக்கு அவர் தடையா இருக்க மாட்டார். എല്ലാ അനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവം നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കത്തില്ല. நீ ஆசீர்வதிக்கப்பட்டவனாய் இருக்கிறாய். നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഞാൻ ഈ വർഷം അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറയുന്നത്. എഫേസ്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു അവൻ ക്രിസ്തു യേശുവിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടന്ന യേശു ക്രിസ്തു മുഖാന്തരത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറയുന്നത്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൽ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫേസ്യർ 1-ാം അധ്യായം சொல்ற ஆவிக்குரிய சகல ஆசீர்வாதங்களால் கிறிஸ்துவுக்குள் நீங்கள் ஆசீர்வதிக்கப்பட்டவர்கள். സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. 2025 എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവരും നോക്കിയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ 2025 നമ്മൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ആശീർവദിക്കപ്പെട്ടവർ.
അവകാശത്തോട് നടക്കുന്ന വർഷമായി മാറട്ടെ. அந்த உரிமையோடு நடக்கிற வருஷமாய் மாறட்டும். ஆமென். அதுதான் நீங்க சொல்லணும். நான் பிள்ளைகளானால் நாங்கள் சுதந்திரமாமே. நம்ம மக்களானங்கள் சுதந்திரமாயிருக்கிறோம். ஆமென். தேவனுடைய சுதந்திரம் கிறிஸ்துவுக்குள் உடன் சுதந்திரமாமே. கிறிஸ்துவுடன் நாம் மகிமைப்படும்படி அவரோடு கூட பாடுபட்டாலும் அப்படியாகும். நம் மக்களுக்கும் அவகாசிகளும் ஆகணும். தெய்வத்தின் அவகாசிகளும் கிறிஸ்துவின் கூட்டவகாசிகளும் தானே. ஆமென். அதனால் ஆமென். அடுத்த வசனம், ஆதலால் இக்காலத்து பாடுகள் இனி நம்மிடத்தில் வெளிப்படும் மகிமைக்கு ஒப்பிடத்தக்கவைகள் அல்லவென்று எண்ணுகிறேன். நம்மில் வெளிப்படாத தேஜஸ் விசாரிச்சால் இக்காலத்தில கஷ்டங்கள் சாரமில்லா என்று எண்ணுന്നു. ஆமென். அடுத்தது 19ஆம் வசனம் சொல்றது, மேலும் தேவனுடைய புத்திரர் வெளிப்படுவதற்கு சிருஷ்டியானது மிகுந்த ஆவலோடு காத்து கொண்டிருக்கிறது. சிருஷ்டி தெய்வபுத்திரன்மாരുടെ வெளிப்பாടിനെ ஆகாംക്ഷയോടെ காத்திருக்கிறது. ஆமென். எத்தனை பேர் சொல்ல முடியும், இயேசு கிறிஸ்து பிள்ளைகளாய் இருக்கிற உங்களை விட சேர்ப்பதற்கு அவர் நமக்காய் கடந்து வர போகிறார். எத்தனை பேருக்கு പറയാൻ കഴിയും, ദൈവത്തിന്റെ മക്കളായിരിക്കും നമ്മളെ ഒരിടത്ത് ചേർക്കുവാൻ വേണ്ടി ദൈവം വേഗം കടന്നു വരും. தோற்றவராயிட்டு தோற்று போனவர்களாக ஓடுவதற்காக அல்ல, கிறிஸ்துவ வாழ்க்கை ஜெயிக்கிறவர்களாக ஓடுகிறவர்களாக இருக்கட்டும். തോറ്റുപോയി ഓടുവാനല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ജയിച്ചു ഓടുന്നതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ கரங்களை பிடிக்கிற அப்பாவுடைய கரங்களை பிடித்து ஓடுகிற வருஷமாக இருக்கட்டும். കരങ്ങളെ